അഖിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? കാർത്തികയെ ഓർത്തിട്ടാണോ? അതിന് പേടിക്കാനൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് പോയില്ലേ? ഞാൻ ആലോചിക്കുന്ന അതൊന്നും അല്ല എടുത്തി. കാർത്തിക എന്തൊക്കെയോ നമ്മളിന്ന് മറയ്ക്കുന്നുണ്ട്. അതെന്തോ കടത്തിന്റെ പ്രശ്നമാണെന്ന് ഇന്നലെ അവളുടെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? കടമൊന്നും അല്ല എടുത്തി. അതിനു മേലെ കാർത്തിക എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാ തോന്നുന്നത്. എന്താ അഖിൽ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന? ഇപ്പൊ വന്നില്ല ആ ഡോക്ടർ. അവർ നമ്മളെല്ലാവരും പുറത്താക്കിയിട്ട് കാർത്തികയോട് പേഴ്സണലായിട്ട് സംസാരിച്ചിരുന്നില്ലേ? അപ്പോൾ കാർത്തിക ഡോക്ടർക്ക് കാശ് കൊടുത്തു എടുത്തി. എന്തിനാ അഖിൽ? അതാ എടുത്തി എനിക്ക് മനസ്സിലാവാത്തെ. അത്രയധികം കാശും ഡോക്ടർക്ക് എന്തിനായിരിക്കും കൊടുത്തത്? അവള് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം എന്താണെന്നറിയില്ല, സസ്പീഷ്യസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഡിവോഴ്സ് വേണ്ടെന്ന് പറഞ്ഞു, ഇവിടെ തന്നെ നിൽക്കാമെന്നും പറഞ്ഞു. ഇന്നലെ അവളുടെ അമ്മ വന്നതിലും എന്തൊക്കെയോ പൊരുത്തക്കെട്ടുള്ളതുപോലെ. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ കാർത്തികയുടെ മേലെ എനിക്കെന്തോ സംശയം തോന്നുന്നുണ്ട്. അങ്ങനെയൊന്നും അവളെ വെറുതെ സംശയിക്കണ്ടാക്കി. പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഡിവോഴ്സ് കിട്ടാൻ പാടായിരിക്കുമെന്ന് കാർത്തിക വിചാരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഡിവോഴ്സ് വേണ്ട, ഇവിടെ നിൽക്കാന്ന് തീരുമാനിച്ചു കാണും. ആവശ്യത്തിന്റെ പേരിൽ അമ്മയും മകളുമായിട്ട് തെറ്റിക്കാണും. ഇതൊന്നും നീ സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഇത് സീരിയസ് ആയി എടുക്കണമെന്നാ എൻ്റെ മനസ്സ് പറയുന്നത്. കാർത്തിക എങ്ങാനും എന്നെ ചീറ്റ് ചെയ്താ എനിക്കത് താങ്ങാൻ പറ്റില്ല. ഓക്കെ, എങ്ങനെയെങ്കിലും ആ എഗ്രിമെന്റ് സൈൻ ചെയ്ത് നോക്കാം. ഇപ്പൊ ആദിത്യയെക്കുറിച്ച് പറഞ്ഞ അഖിൽ വിഷമിക്കും. കാർത്തികയ്ക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് അഖിൽ. അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് നിന്നെ ശല്യം ചെയ്യുന്നു എന്നല്ലാതെ അവൾക്ക് നിന്നോട് ഒരു ഇഷ്ടക്കുറവും ഇല്ല. നിന്നെ അവൾ എങ്ങനെ ചതിക്കാനാ? ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കും ഡോക്ടറിന് കാശ് കൊടുത്തത്. എന്താണെന്നറിയില്ല എടുത്തി. ചില സമയങ്ങളിൽ കാർത്തിക എൻ്റെ കൈവിട്ട് പോകുന്ന പോലെ തോന്നുക. ഞാൻ സ്നേഹിച്ച കാർത്തികയും ഇപ്പോഴുള്ള കാർത്തികയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നീ ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിക്കുക. അത് നിന്റെ ആരോഗ്യത്തിന് നല്ലതല്ല. നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളേ ഉള്ളൂ. കുഞ്ഞ് വന്നു കഴിയുമ്പോൾ എല്ലാം ശരിയാകും. ഓരോന്ന് ആലോചിച്ച് മനസ്സ് വെറുതെ വിഷമിപ്പിക്കാതെ നീ കാർത്തികയുടെ അടുത്തേക്ക് പോ. അവളുടെ കൂടെ എപ്പോഴും നീ ഉണ്ടാവണം. പോ അഖിൽ. എൻ്റെ വയറ്റിലുള്ളത് അഖിലിന്റെ കുഞ്ഞാണ്, ഈ വീടിന്റെ അവകാശി. ഞാൻ ഇവിടെ താമസിച്ച് കുഞ്ഞിന് ജന്മം കൊടുക്കും. ഇനി ഞാൻ ഡിവോഴ്സ് ചോദിക്കുകയില്ല. എന്തോ ഒരു തെറ്റ് ചെയ്ത തോന്നൽ അവളുടെ കണ്ണുകളിലുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. കാർത്തിക ഒരുപാട് ഹാപ്പിയാ. എനിക്കെന്തോ ഡൗട്ടുണ്ട്. പുതിയ ആഭരണങ്ങൾ വേണമെന്ന് വസുമേട്ടം പറഞ്ഞു. മേഡം, എന്താ വസുവേട്ടത്തി, ആഭരണം വാങ്ങാൻ പോകുന്ന കാര്യം എന്നോട് പോലും പറഞ്ഞില്ലല്ലോ. മമ്മിയുടെ കാലിൽ വീണ് ഞാൻ ചോദിക്കുകയാണ്, എന്നെ ജീവിക്കാൻ അനുവദിക്കുക. കാർത്തികേ, അഖിലിന്റെ സംശയം സത്യമായിരിക്കോ? കാർത്തിക എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഡോക്ടറിന് എന്തിനാ പണം കൊടുത്ത? ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താന്ന് കണ്ടുപിടിക്കണം. ഞാൻ മമ്മിയുടെ കാലിൽ വീണ് ചോദിക്കുകയാണ്, എന്നെ ജീവിക്കാൻ അനുവദിക്കുക. കാർത്തികേ, അഖിലിന്റെ സംശയം ശരിയായിരിക്കോ? കാർത്തിക തെറ്റ് ചെയ്തിട്ടുണ്ടാവോ? ഡോക്ടറിന് അവൾ എന്തിനായിരിക്കും കാശ് കൊടുത്തത്? ഇതിന് പിന്നിലുള്ള രഹസ്യം കണ്ടുപിടിച്ചേ പറ്റൂ.
കൈവശമുണ്ടായിരുന്ന പണം മുഴുവനും ഡോക്ടർക്ക് കൊടുത്തു. ഇനി ഞാൻ ചെലവിന് എന്ത് ചെയ്യും? എന്താ മോളെ, വളരെ ഗാഢമായിട്ട് ചിന്തിക്കുന്നുണ്ടല്ലോ. ആന്റിയുടെ കയ്യില് പണം വല്ലതും ഇരിപ്പുണ്ടോ? ആ, ഭിക്ഷ എടുക്കുന്നവനോട് ഭിക്ഷ ചോദിക്കുന്നത് ആദ്യമായിട്ടാ. ഞാനെന്താ ബാങ്കറാണോ പണം വെച്ചേക്കാനായിട്ട്? കുറച്ചെങ്കിലും സൂക്ഷിച്ചു വച്ചിട്ടുണ്ടാവുമല്ലോ. സൂക്ഷിച്ചു വെച്ച പണം മുഴുവൻ രാജിക്ക് വേണ്ടി ചെലവാക്കിയില്ലേ? പണം എടുത്ത് സൂക്ഷിക്കാൻ ഞാൻ ലോക്കറൊന്നുമല്ല. നിങ്ങൾ ലോക്കറൊന്നും അല്ല, വലിയ ജോക്കറാണ്. ഭാവനെ, വസു, സുഖായിരിക്കുന്നോ? ആ, സുഖമായിട്ടിരിക്കുന്നു. വരൂ, എന്തൊക്കെയുണ്ട് വിശേഷം? ഒരുപാട് നാൾക്ക് ശേഷമല്ലേ ഈ വീട്ടിലേക്ക് വരുന്നേ? ഞങ്ങൾ വീട് പാലുകാച്ചി ക്ഷണിക്കാൻ വന്നതാ. ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും വരണം. മോളും ഞങ്ങളുടെ വീട്ടിലെ പാലുകാച്ചിന് വരണം കേട്ടോ. ഉറപ്പായിട്ടും. വസുവേട്ടത്തി, എനിക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട്. പ്ലീസ് തരുമോ? ആ, തരാലോ കാർത്തിക. ആ, തരാമെന്നല്ല, ഉറപ്പായിട്ടും തന്നേ പറ്റൂ. ഇതെന്താ ഇത്? അതിഥികളുടെ മുന്നിൽ വെച്ച് പണം ചോദിക്കുന്നല്ലോ. എന്താ മോളെ, വസു നിന്റെ ബന്ധുവല്ലേ? ഏതോ അമ്മായിയമ്മയോട് ചോദിക്കുന്ന പോലെ ചോദിക്കുന്നു. എനിക്ക് ഏട്ടത്തിയും അമ്മായിയമ്മയെല്ലാം വസുവേട്ടത്തി തന്നെയാണ്. വീട്ടില് അധികാരം മുഴുവനും ഏട്ടത്തിക്കാ. എന്നോട് പറയാതെ ഇവളെന്തോ പ്ലാൻ ഇട്ടിരിക്കുക. എന്താ കാർത്തിക ഇങ്ങനെയൊക്കെ പറയുന്നേ? വസു നിന്റെ ബന്ധുവോ അല്ല അമ്മായിയമ്മയോ അല്ല, നിന്റെ ഏട്ടത്തിയാ. അത് സംസാരത്തിലേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല. നിനക്ക് എപ്പോ എന്ത് സംസാരിക്കണമെന്ന് അറിയില്ല കാർത്തിക. എന്തിനെങ്ങനെ ബിഹേവ് ചെയ്യുന്നേ? വേറെ എന്ത് ചെയ്യാനാ? ഈ വീട്ടിൽ എനിക്ക് ഒരു സ്വാതന്ത്ര്യവും ഇല്ലല്ലോ. നിങ്ങൾക്കാണെങ്കിൽ സമ്പാദ്യവും ഇല്ല. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ വീൽ ചെയറിലാണ്. കാർത്തിക, എന്തിനാ എടുത്തി ഒച്ച വയ്ക്കുന്നേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം കാർത്തികേ. ഇപ്പൊ സംസാരിച്ച എന്താ കുഴപ്പം? ഭാസ്കരേട്ട് സമ്പാദിക്കുന്നത് ഏട്ടത്തിക്ക്, അഭിയേട്ട് സമ്പാദിക്കുന്നത് വസുവേട്ടത്തിക്ക്. നിങ്ങൾക്ക് ഈ വീട്ടിൽ അധികാരമുണ്ട്. എന്റെ ഭർത്താവ് വീൽ ചെയറിലായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടി യാചിക്കണം. ഇവള് വലിയ സൂത്രശാലിയാണല്ലോ. പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറഞ്ഞു. കാർത്തിക നിർത്തുന്നുണ്ടോ? എന്തിനു നിർത്തണം? സത്യം എല്ലാരും അറിയണ്ടേ? ഞാനും ഈ വീട്ടിലെ മരുമകളല്ലേ, പോരാത്തതിന് പ്രഗ്നന്റും. ഈ വീട്ടിലെ അവകാശിയല്ലേ എന്റെ വയറ്റിൽ വളരുന്നത്. എന്നിട്ട് ഈ വീട്ടിൽ എന്തെങ്കിലും വിലയുണ്ടോ എനിക്ക്? എനിക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളോട് വന്ന് യാചിക്കണം. എന്റെ ഭർത്താവ് സ്വാധീനമില്ലാതെ വീൽ ചെയറിലായിരുന്നില്ലെങ്കിൽ എന്റെ അവസ്ഥ ഇങ്ങനെയാവോ? അഖിലിന്റെ കാലിന് സ്വാധീനമില്ല, എനിക്കുണ്ട്. ആ വ്യത്യാസമേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ. വല്ലാത്തൊരു ഗതികേട് തന്നെ. കാർത്തികേ, നേരവും കാലവും നോക്കി സംസാരിക്കാൻ അറിയില്ലേ? അങ്ങനെയല്ല അമ്മേ. വായടയ്ക്ക്. നിങ്ങൾ പോയിക്കോളൂ. ശരി ചേച്ചി. പുറത്തുള്ളവരുടെ മുന്നിൽ വീട്ടുകാരെ അപമാനിക്കുന്നോ? നിനക്കെന്താ വിവരമില്ലേ? ഇവൾ എന്ത് ചെയ്യാൻ വന്നോ അത് നടക്കാതെ പോയി. മറ്റുള്ളവരുടെ മുമ്പില് നിന്റെ ഭർത്താവിന്റെ മാനം സംരക്ഷിക്കുന്നതിന് പകരം വികലാംഗനെന്നും ഒന്നിനും കൊള്ളാത്തവനെന്നും തോന്നിയാസം പോലെ ഓരോന്നങ്ങ് പറയാണോ? നീ ഗർഭിണിയല്ലായിരുന്നെങ്കിൽ കോരണത്തിൽ 2 പൊട്ടിച്ചേനെ. എനിക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യം വന്നപ്പോ വസുവേട്ടത്തിയോട് ചോദിച്ചു. എന്തു വേണമെങ്കിലും എന്നോട് ചോദിക്കാനല്ലേ പറഞ്ഞത്? വീട്ടുജോലികളില് ഭാവനയും വസും ബിസി ആയിരിക്കുമെന്നും
നിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാന്നല്ലേ പറഞ്ഞത്? പറഞ്ഞിരുന്നു, പക്ഷേ പഠിച്ചവളല്ലേ, കുറച്ചെങ്കിലും സെൻസ് ഉണ്ടാവണ്ടേ? ആലോചിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് വിളിച്ചു പറയാണോ? വിട്ടേക്കെടുത്തേ, ചെറിയ കുട്ടിയല്ലേ, അറിയാതെ പറഞ്ഞതാ. അമ്മയാകാൻ പോവാ ഇവളാണോ കൊച്ചുകുട്ടി? അല്പമെങ്കിലും ഉത്തരവാദിത്വം കാണിക്കണ്ടേ? അഖിൽ, നീ അവസ്ഥയുണ്ടാവാൻ നീ തന്നെയല്ലേ കാരണം? ഡിവോഴ്സ് വേണമെന്ന് നിർബന്ധം പിടിച്ചു. അവൻ ഇനി സുഖമാകത്തിന് കാരണം നീയല്ലേ? ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് അവനെ പരിപാലിക്കുന്നതിന് പകരം കുറ്റപ്പെടുത്തുകയാണോ? ഈ സ്വത്ത് 3 സഹോദരങ്ങളുടെയാ. അമ്മയും ഭാസ്കറും ബിസിനസ് നോക്കി നടത്തുന്നു. അഖിലിനിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും സ്വത്തിൽ ഒരു പങ്ക് ഉറപ്പായിട്ടും അവനുണ്ട്. അവൻ വെറും അനാഥനല്ല, കോടീശ്വരനാ. ഇനി ഇതുപോലെ തോന്നിയാസം സംസാരിച്ചാ എന്റെ തനി സ്വരൂപം കാണും. ഭർത്താവിനെ ബഹുമാനിക്കാൻ പഠിക്ക്. ഏട്ടത്തി, അവളെ പറഞ്ഞു മനസ്സിലാക്ക്. കാർത്തിക പറഞ്ഞതൊന്നും നീ കാര്യാക്കണ്ട. അവളെ ആലോചിക്കാതെ ഓരോന്ന് പറയുന്നത്. എനിക്കത് ശീലമായി എടുത്തി. ഇപ്പൊ അതിലൊന്നും വിഷമം തോന്നില്ല. ഇപ്പൊ എനിക്ക് തന്നെ എന്നോട് വെറുപ്പായി എടുത്തി. അങ്ങനെ ഡിപ്രസ്ഡ് ആകാതെ അഖിൽ. നിനക്ക് വേഗം കാല് ശരിയാകും, നീ നടക്കുകയും ചെയ്യും. എനിക്ക് നടക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല എടുത്തി. എന്നാൽ കാർത്തികയുടെ കാര്യം ഓർക്കുമ്പോഴാണ് വിഷമം തോന്നുന്നത്. കണ്ടില്ല ആന്റി, അമ്മ നമ്മുടെ സൈഡെന്നാ വിചാരിച്ചേ. എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും അമ്മ വസുവേട്ടത്തിയെ സപ്പോർട്ട് ചെയ്ത് എന്നെ വഴക്കു പറയും. ഇനി അമ്മയുടെ പുറകെ പോകുന്നത് വെറും വേസ്റ്റ് ആണ്. എടി വിവരം കിട്ടവളെ, നിന്റെ അമ്മായി എതിർത്തോണ്ട് നമുക്ക് ഈ വീട്ടിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അതിരിക്കട്ടെ, വസുവിനെ എന്തെങ്കിലും കുറ്റപ്പെടുത്തിയാല് നിന്റെ അമ്മായി വസുവിനെ വഴക്കു പറയൂന്നല്ലാതെ അബിയെ പറ്റിയോ അഖിലിനോ ഭാസ്കറിനെ പറ്റിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നിന്നെ വഴക്കു പറയൂ. ഈ ചെറിയ കാര്യം നീ എങ്ങനെയാണ് മറന്നുപോയത്? വസുവേട്ടത്തി മാത്രമല്ല, എല്ലാവരും വഴക്കു പറയുമെന്ന് വിചാരിച്ചു. ഇത് ബാക്ക് ഫയർ ആകുമെന്ന് എനിക്കെങ്ങനെ അറിയാം? എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പേ ആലോചിക്കണം. ഇല്ലെങ്കിൽ എന്നെ പോലെ ഒരുത്തിയോട് ഐഡിയ ചോദിക്കണം. ഇത് രണ്ടും കളഞ്ഞിട്ട് നീ സ്വയം ഒരു തീരുമാനം എടുത്താലേ നമുക്ക് തന്നെ അത് പാരയാകും. ഛേ, എന്റെ മൂഡെല്ലാം അപ്സെറ്റ് ആയി ആന്റി. എന്തിന്? അമ്മ വസ്തു എടുത്ത് വഴക്ക് പറഞ്ഞതുകൊണ്ടോ? നിന്റെ ബുദ്ധി വളരില്ലേ? നിനക്ക് മാറാനും പറ്റില്ല. നിനക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും ഏട്ടനും എടുത്തല്ലേ ചെയ്യുന്നത്. പിന്നെ എന്തിനാ കാശ്? എനിക്ക് ചില ചെലവുകളൊക്കെ ഉണ്ടാവില്ലേ? എന്ത് ചെലവാ അത്? ആ ഡോക്ടർക്ക് ദാനധർമ്മം ചെയ്യാനായിരിക്കും. ആ, ഏത് ഡോക്ടറടാ? അവളോട് തന്നെ ചോദിക്കേ. നീ എന്തിനാടി ആ ഡോക്ടർക്ക് പണം കൊടുത്തത്? ആർക്കാടി നീ പണം കൊടുത്തേ? നിന്നോടാ ഞാൻ ചോദിക്കുന്നേ, ആൻസർ ചെയ്യും. ഏത് പണം അഖിൽ? ഞാൻ എല്ലാം കണ്ടിരുന്നു. മര്യാദയ്ക്ക് സത്യം പറയും. എന്താ ഉണ്ടായെന്ന് പറ മോളെ. എന്ത് തെറ്റ് മറക്കാനാ നീ കാശ് കൊടുത്തത്? എന്താടി മാനേജ് ചെയ്യാൻ നോക്കുന്നത്? എന്ത് തെറ്റ്? ഞാൻ എന്ത് മാനേജ് ചെയ്തുന്നാ? എന്തോ ആവശ്യമുണ്ട്, കടമായിട്ട് കുറച്ച് പണം വേണമെന്ന് ഡോക്ടർ ചോദിച്ചു. ഡോക്ടർക്ക് എല്ലാവരും ഫീസാ കൊടുക്കുന്ന, അല്ലാതെ കടം കൊടുക്കാറില്ല. ഡോക്ടർക്ക് ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ? അവര് മനുഷ്യരല്ലേ. നിന്നോട് കടം ചോദിക്കാൻ മാത്രം എന്ത് ബന്ധമുള്ളത്? അവര് എന്റെ ട്രീറ്റ്മെന്റ് നടത്താനല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്. ഇനി അടുത്ത് റെഗുലറായിട്ട് അവരുടെ അടുത്തല്ലേ ചെക്കപ്പിന് പോകേണ്ടത്. വാ തുറന്ന് ഫീസ് ചോദിക്കാതെ കടം ചോദിച്ചു. അവരെ നമുക്ക് ആവശ്യമുണ്ടല്ലോ, അതാ ഞാൻ അവർക്ക് കടം കൊടുത്തത്. നീ എന്തോ കാര്യമായിട്ട് തെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ? എന്തെങ്കിലും ഒരു ദിവസം അത് പുറത്തു വരും. അന്ന് നിന്നെ എടുത്തോളാടി. ഇനി ഒരു പ്രാവശ്യം കൂടി എന്റെ അമ്മയും ഏടത്തെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ, നിന്നെ വെറുതെ വിടില്ല. എന്തിനാ ഡോക്ടറിന് കടം കൊടുത്തേ? അഖിലിനോട് പറഞ്ഞപ്പോ കേട്ടില്ലായിരുന്നോ? എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. എന്നെ സംശയിക്കുകയാണോ?
പാമ്പിന്റെ സ്വഭാവം പാമ്പിന് അറിയാന്ന് പറഞ്ഞതുപോലെ നിന്റെ സ്വഭാവം എനിക്ക് അറിഞ്ഞൂടെ? മര്യാദയ്ക്ക് എന്നോട് സത്യം പറ. ഞാൻ അറിയാതെ നീ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ആന്റിയാണ് സത്യം, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നിന്റെ സത്യം ചവറ്റുകൊണ്ടേക്കള. ഞാൻ അറിയാതെ നീ എന്ത് ചെയ്താലും അത് പരാജയപ്പെടും. ആ കാര്യം നിനക്കും അറിയാം. അതുകൊണ്ടാ ഞാൻ ചോദിക്കുന്നേ. സത്യമായിട്ട് ഞാൻ ഒരു പ്ലാനും ഇട്ടിട്ടില്ല ആന്റി. നീ കടം വാങ്ങുന്നയാളല്ലാതെ കടം കൊടുക്കുന്നയാളല്ലല്ലോ. ഒരാവശ്യമില്ലാതെ നീ ഡോക്ടർക്ക് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇതാണ് സത്യം. ചെക്കപ്പിന് വേണ്ടി അവരുടെ അടുത്തേക്ക് പോകേണ്ടത് എന്റെ ആവശ്യമാണ്. അതുകൊണ്ടാ പണം കൊടുത്തത്. ഇതിൽ കൂടുതൽ നിങ്ങൾ ആലോചിക്കാൻ വേണ്ട, എന്നോട് ചോദിക്കാൻ വേണ്ട. ഇവൾ എന്നോട് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. ഞാൻ ഡോക്ടറിന് പണം കൊടുത്തത് അഖില് കണ്ടതുകൊണ്ട് കുഴപ്പമില്ല. ഒരു പക്ഷെ വസുവേട്ടത്തെയോ അഭിയേട്ടനോ കണ്ടിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്തായേനെ? എന്താ ഏട്ടാ ഓഫീസിൽ നിന്ന് വരാൻ ഒരുപാട് ലേറ്റ് ആയത്? ഇടയ്ക്ക് വെച്ചൊരു ഇമ്പോർട്ടൻ്റ് കോൾ വന്നു. അത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ലേറ്റായി. ശരി, വേഗം ഫ്രഷ് ആയിട്ട് വാ, ഫുഡ് കഴിക്കാം. ഒരു കാര്യം കൂടി പറയാനുണ്ടമ്മേ. ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ ഫോൺ ചെയ്തത് വേറെ ആരുമല്ല, ദമയന്തിയാണ്. ദമയന്തി വരുന്നോ? ദമയന്തിയോ? ചെറിയമ്മയുടെ മോള വസു. എന്താ ആന്റി പെട്ടെന്ന് ഷോക്കായത്? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണോ ഓർമ്മ വരുന്നേ? ഫോൺ ചെയ്ത് അവരുടെ ബുദ്ധിമുട്ടിനെ കുറിച്ച് എല്ലാം പറഞ്ഞു അമ്മേ. പാവം, അവളുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു. കുട്ടിയെ പഠിപ്പിക്കാൻ പോലും ഒരുപാട് ബുദ്ധിമുട്ടാണെന്നാണ് അവൾ പറഞ്ഞത്. എന്താ ആന്റി നിങ്ങൾ എന്തിനാ ടെൻഷൻ ആകുന്നേ? കഷ്ടപ്പാട് വരുമ്പോൾ മാത്രമേ നമ്മളെ ഓർമ്മ വരൂ. ഇത്രയും വർഷമായിട്ടും ഒരു പ്രാവശ്യം പോലും ഫോൺ ചെയ്തില്ല. അതൊക്കെ പോട്ടെ അമ്മേ. നമ്മുടെ കുടുംബത്തിലൊരു കുട്ടി ഇപ്പൊ വളരെ കഷ്ടപ്പാടില്ല. നമ്മളല്ലാതെ പിന്നെ ആരവരെ ശ്രദ്ധിക്കാനാ? പണം അങ്ങനെ ചോദിച്ചോ ഏട്ടാ? ഇല്ല, മോനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരാന്നാണ് പറഞ്ഞത്. ഞാനാണെങ്കിൽ ശരിയെന്ന് പറഞ്ഞു. ആന്റി എന്തു പറ്റി? എന്താ ഇങ്ങനെ പെട്ടെന്ന് വിറയ്ക്കുന്നെ? ഇനി വൈറൽ ഫീവർ എങ്ങാനും ആണോ? ദമയന്തി വരാൻ പോകുന്നു. ദമയന്തി നമ്മളെ വീട്ടിൽ താമസിപ്പിച്ച് അവളുടെ മോന് നല്ല വിദ്യാഭ്യാസം കൊടുക്കാന്ന് അഭി സമ്മതിച്ചിരിക്കുക. അമ്മയോട് പറയാതെ വാക്കുകൊടുത്തതിന് എന്നോട് ക്ഷമിക്കണം. ആർക്ക് കഷ്ടപ്പാട് വന്നാലും സഹായം ചെയ്യാൻ നീ മുമ്പിലുണ്ടല്ലോ. വന്നോട്ടെ, ഭർത്താവ് വിട്ടിട്ട് പോയതിന് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? വസുന്ധര, തനിക്ക് ദമയന്തി ആരാണെന്ന് അറിയില്ലല്ലോ. അവള് ഞങ്ങളെ ചെറിയമ്മയുടെ മകളാ. തൻ്റെ സഹോദരിയെ പോലെ ആയിരിക്കും. ഞങ്ങളെ 3 സഹോദരന്മാർക്കിടയിൽ ഒരേ ഒരു പെങ്ങൾ അവളാണ് മോളെ. ഇപ്പൊ കുറച്ച് കഷ്ടപ്പാടിലാണ്. അവള് വീട്ടിലേക്ക് വന്ന നമ്മുടെ കഷ്ടതകൾ കൂടുതലാകും. അപ്പോ അവര് നമ്മളെക്കാളും ബാഡാണോ ആന്റി? നമ്മളെ കടത്തിവിട്ടു. കൂടെ പിറക്കാത്ത അനിയത്തിയാണെങ്കിലും ആദരവ് കൊടുക്കേണ്ടത് എന്റെ കടമയാ. ബുദ്ധിമുട്ടുണ്ടായാ നമ്മൾ സഹായം ചെയ്തു കൊടുത്തേ മതിയാവൂ. അതുകൊണ്ടാ ഞാൻ ദമയന്തിക്ക് വാക്കുകൊടുത്തത്. അവളിവിടെ ഉള്ളിടത്തോളം കാലം നമ്മൾ അവളെ നന്നായിട്ട് നോക്കണം. ചേട്ടത്തിന്റെ കാര്യം എനിക്ക് വിട്ടേക്ക്. അവരുടെ കുട്ടിയെ നമ്മുടെ കുട്ടികളെ പോലെ ഞാൻ നോക്കിക്കോളാം. ചേച്ചി എപ്പോഴാ വരുന്നേ? നാളെ രാവിലെ തന്നെ എത്തോടാ. കിട്ടുവിനെയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോ നമ്മൾ സന്തോഷത്തോടെ കഴിയുന്ന അവസാന ദിവസം ഇന്നത്തോടെ കൂടെ തീർന്നു കഴിഞ്ഞടി കാർത്തികേ. അവരുടെ പേര് കേട്ടുടനെ ആന്റി എന്തിനാ ഷോക്ക് ആകുന്നേ? അവരെ കുറിച്ച് ആലോചിക്കുമ്പോ എന്തിനാ പേടിക്കുന്നേ? അവള് മനുഷ്യത്തിയല്ല, എങ്ങനെയോ പെണ്ണായിട്ട് പറഞ്ഞു. അതൊരു വിചിത്ര ജീവിയാടി.
എന്നെ പോലൊരുത്തി അവളെ ഓർത്ത് പേടിക്കണമെന്നുണ്ടെങ്കിൽ അവൾ എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്ക്. അവരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും ആന്റി? പ്രോബ്ലത്തിന് വേറൊരു പേരെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദമയത്തിയാടി. പ്രോബ്ലം ഇല്ലാത്ത സ്ഥലത്ത് പോലും അവള് പ്രളയം ഉണ്ടാക്കും. ചേട്ടാനിയന്മാർ ഒരു ഭാഗത്തും അവള് തനിച്ചു നിൽക്കും. അത്രയ്ക്കും ആപത്തായ ആളാണോ? ആപത്തെന്നുള്ളത് അവളുടെ മുന്നിലെ ചെറിയൊരു വാക്കാ. ആപത്തിന്റെ ആപത്താണ് അവള്. എന്തിനാ ആന്റി ഇത്രയ്ക്കും പേടിപ്പിക്കുന്നേ? നാളെ അവള് വരുമ്പോ നിനക്ക് മനസ്സിലാവും. ശരി വാ, എന്തൊക്കെ സംഭവിക്കുമോ എന്തോ. അയ്യോ, കേറിപ്പോയല്ലോ. ഇനി ഇത് എങ്ങനെയാ സ്കൂളിലിട്ടോണ്ട് പോകുന്നത്? അമ്മയുടെ അടുത്ത് ഇത് തയ്ക്കാൻ പറയാം. എന്തിനാ ഇതൊക്കെ അമ്മയടുത്ത് പറയുന്നത്? ഞാൻ തന്നെ ഇത് തച്ച് റെഡിയാക്കിക്കോളാം. എന്ത് ചെയ്യാനു? എന്റെ യൂണിഫോം കേറിപ്പോയമ്മേ, അതുകൊണ്ട് തച്ചോണ്ടിരിക്കാ. എന്നോട് പറയാൻ പാടില്ലായിരുന്നോ? ഇങ്ങതാ, ഞാൻ തയ്ച്ചു തരാം. സാരമില്ല, വിട്ടേക്കമ്മേ. എനിക്ക് തയ്ക്കാനറിയാം. ആരാ പഠിപ്പിച്ചെന്നെ? അമ്മ തന്നെയാ. കള്ളം പറയാതെ. ഞാനിപ്പോഴാ മോൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തന്നത്. അമ്മ തയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ട് നീ തനിച്ചു പഠിച്ചെന്നാണോ പറഞ്ഞു വരുന്നേ? നീ കൊച്ചു കുട്ടിയാ, ഇതുപോലെയുള്ള ജോലിയൊന്നും ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല? അവരവരുടെ ജോലി അവരവര് ചെയ്യണമെന്ന് ഉണ്ണിച്ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആണോ? വേറെന്തൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്? നാളത്തെ കാര്യം ഇന്ന് തന്നെ ചെയ്യണമെന്നും പറഞ്ഞു. പിന്നെ നാളെ ഇടാൻ പോകുന്ന യൂണിഫോമും ഇന്ന് തന്നെ റെഡിയാക്കണമെന്നും പറഞ്ഞു. ഷൂ പോളിഷ് ചെയ്യണമെന്ന് പറഞ്ഞു. ഹോംവർക്കൊന്നും ബാക്കി വെക്കരുതെന്നും പറഞ്ഞു. TV അധികം കാണരുതെന്നും പറഞ്ഞു. കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നിന്റെ ചേട്ടൻ ഒരു ഹിറ്റ്ലർ ആണെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല, എന്റെ ചേട്ടൻ വളരെ പാവാ. അത് പോട്ടെ, എവിടെ നിന്റെ ചേട്ടൻ? നമ്മുടെ റൂമില് ഹോംവർക്ക് എഴുതിക്കൊണ്ടിരിക്കുക. ആരുടെ ഹോംവർക്ക്? നിന്റെയോ അതോ ചേട്ടന്റെയോ? കൊള്ളി പെണ്ണ്, അവിടെ ഹോംവർക്ക് ബാക്കി വെച്ചിട്ട് ഇവിടെ വലിയ എക്സ്പേർട്ട് പോലെ തുണി തയ്ച്ചോണ്ടിരിക്കുകയാണല്ലേ? പിന്നല്ലാതെ വീട്ടിലെ ജോലികളെല്ലാം അമ്മ മാത്രമല്ലേ ചെയ്യുന്നേ? അമ്മ മോർണിംഗ് മുതൽ നൈറ്റ് വരെ ഒരുപാട് കഷ്ടപ്പെടുന്നില്ലേ? ഇപ്പൊ എന്റെ ഈ ജോലിയും അമ്മയ്ക്ക് എന്തിനാ തരുന്നേന്ന് ഓർത്തിട്ടാ ഞാൻ തന്നെ തയ്ക്കുന്നേ. എന്ന് വെച്ചാ ഇതൊക്കെ അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണല്ലേ? അല്ലാതെ പിന്നെ അമ്മ ടയേർഡ് ആവാൻ പാടില്ല. ഈ അമ്മ ഒരിക്കലും ടയേർഡ് ആകില്ല. മോൾക്ക് എന്ത് വേണമെങ്കിലും അപ്പൊ തന്നെ ചെയ്തു തരും. നന്നായിട്ടുണ്ട്. അമ്മയ്ക്ക് പറ്റിയ മോളും മോൾക്ക് പറ്റിയ അമ്മയും സൂപ്പർ ആയിട്ടുണ്ട്. എന്താ നമ്മൾ രണ്ടുപേരും കളിയാക്കുവാണോ? അയ്യോ അല്ലല്ല, നിങ്ങളുടെ ബോണ്ടിങ്ങിനെ ഞാൻ പ്രശംസിച്ചതാ. അസൂയ തോന്നുന്നുണ്ടല്ലേ? ഇല്ലടോ, എനിക്ക് വളരെ സന്തോഷം തോന്നുക. അല്ല, അനുമോളെ എന്ത് ചെയ്താ മമ്മിയെ ഇംപ്രസ് ചെയ്ത്? കീറിപ്പോയ അവളുടെ യൂണിഫോം അവള് തന്നെ തയ്ച്ചോണ്ടിരിക്കുക. അതെയോ? വെരി ഗുഡ് മോളെ. ഇതുപോലെ മോളുടെ കാര്യമൊക്കെ മോള് നോക്കണം. ഉണ്ണിക്ക് കൂട്ടായി ഏട്ടനിപ്പൊ തുടങ്ങിയിരിക്കല്ലേ? അവൻ പറഞ്ഞിട്ടാ ഇവളിപ്പോ ഇതൊക്കെ ചെയ്യുന്നത്. അതിലെന്താ തെറ്റുള്ളത്? നല്ല കാര്യല്ലേ ചെയ്യുന്നേ. അവന് കുഞ്ഞു കുട്ടിയല്ലേ, സൂചി ഇങ്ങനെ കുത്തി മുറിഞ്ഞാലോ? ഞാൻ അത്ര കൊച്ചുകുട്ടിയൊന്നും അല്ല അമ്മേ. ഞാൻ അമ്മയെക്കാളും വളരെ നന്നായിട്ട് തയ്ക്കോ അറിയോ? ഈ ഡയലോഗ് അടിയൊന്നും വേണ്ട. സൂചി കൊണ്ട് മുറിഞ്ഞ് രക്തം വരുമ്പോ മനസ്സിലാവും. രക്തം കണ്ട അമ്മയ്ക്കാ പേടി, എനിക്ക് പേടിയൊന്നുമില്ല.